ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ച നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ദിവസം വേറൊന്നുമല്ല, വീക്കെൻഡാണല്ലോ. അപ്പോൾ ഇനി നാളെ സൺഡേ ജോലിക്ക് പോകണ്ടല്ല. അപ്പോൾ അതേ എല്ലാവർക്കും മടിയുള്ള ഒരു ദിവസം കൂടിയാണ്. എനിക്ക് മടിയുള്ള ദിവസം കേട്ടോ. അപ്പോൾ അതേ ചെറിയൊരു മടി കൂടിയൊക്കെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാം. അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ അതേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇതാകട്ടെ ഞാൻ ഓഫീസിൽ വെള്ളം കുടിക്കണം. എൻ്റെ ബോട്ടിൽ ഇതിപ്പോൾ ഒരു വർഷമായിട്ടാണ് വാങ്ങിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സിസ്റ്റം ഞാൻ ഓൺ ചെയ്ത് ഇതാണ് ഞങ്ങളുടെ ഓൺലൈൻ സൈറ്റ്, കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്ന സൈറ്റാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇതാണ് കേട്ടോ. ഫേസ്ബുക്ക് ടാലിയാണ് എനിക്ക് കംഫർട്ട്, പക്ഷേ ഇവിടെ ഫേസ്ബുക്കാണ്. പിന്നെ അതേ എൻ്റെ തലക്കുമുള്ളൊരു ഫാനുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണം കേട്ടോ, കാരണം നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട്. പിന്നെ അതേ ചെയ്യാനുള്ള വർക്കൊക്കെ തുടങ്ങാൻ പോണേണ്. ഫയലൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇന്നലത്തെ തലേദിവസത്തെ ബില്ലൊക്കെ എല്ലാം എടുത്തിട്ട് നമുക്ക് ഫയലിലാക്കി വെക്കണം. അപ്പം അതൊക്കെ ചെയ്തു തുടങ്ങാം. ഇതണ്ട ഇന്നലത്തെ സെയിൽ ബില്ലുകളാണിത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി പഞ്ച് ചെയ്തിട്ട് ഫയലിലേക്ക് എടുത്ത് വെക്കാം. ഇതാണ് എൻ്റെ പഞ്ചിങ് മെഷീൻ. ഇത് വെച്ചിട്ടാണ് ഞാനിവരെ ഇങ്ങനെ ഹോളിട്ടിട്ട് ഫയലിനുള്ളിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതേ ബില്ലൊക്കെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വെള്ളം തീർന്നിട്ടാണ് കുടിച്ച്. അപ്പോൾ അതേ ഇതാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇവിടെ നിന്നാണ്. പുറത്ത് നല്ല മഴയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞതേ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ മഴ. അപ്പോൾ അങ്ങനെ അതേ ഉച്ചയായി. 12:30ക്ക് ഞാൻ ഫുഡ് കഴിക്കോട്ടാം. ഇവിടെ ഓരോ ഷിഫ്റ്റാണ് കേട്ടോ. 12 മണിക്ക് വിജിച്ചും 12:30ക്ക് ഞാൻ, അങ്ങനെയാണ്. അപ്പോൾ എനിക്കിന്ന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ, ചോറും പരിപ്പറിയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത് തന്നെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കലാണ്. ക്യാഷ് കൗണ്ടറാണ് ഇട്ടത്. ക്യാഷ് കൗണ്ടർ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുക. അപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് പുറത്തെ വ്യൂസൊക്കെ കാണാം കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതേ നല്ല അടിപൊളി മാവും പച്ചപ്പും ഒക്കെ കാണാം. പക്ഷേ ഇതിങ്ങനെ തുറന്നിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും അടച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ സീറ്റിലേക്ക് വന്ന് അടുത്ത എൻ്റെ വർക്ക് തുടങ്ങി കേട്ടോ. കുറച്ച് നമ്മുടെ ഡെറ്റേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾ എന്നെ മാത്രം കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട, ഇവിടെ ഞാൻ മാത്രമാണ്. അതെ കൗണ്ടറിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മുടെ ഐത്തേട്ടനും ഷായിച്ചേട്ടനും ദിവ്യ ചേച്ചിയൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ. അവരവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പ്രൈസാണ് കേട്ടോ. പ്രൈസ് ഫുഡ് കഴിച്ചിട്ട് താഴേക്കുള്ള തന്ത്രപ്പനാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ വന്നിരുന്ന ക്യാഷ് അക്കൗണ്ടിൽ അവിടുത്തെ ചേച്ചി, അവിടെ ഇരിക്കുന്ന ചേച്ചി. ഇതാണ് നമ്മുടെ ക്ലിൻ്റെ ചേച്ചി. ഇത് നമ്മുടെ ഫിഞ്ചേട്ടനാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇതായി ഒരു കോണിപ്പടി കയറിയിട്ട് മുകളിലോട്ട് പോകണം. അതുപോലെ തന്നെ അത് ഇറങ്ങുമ്പോൾ കണ്ട കുത്തനെയുള്ള സ്റ്റെപ്പുണ്ട്. ആദ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ അത് ശീലമായപ്പോൾ കുഴപ്പമില്ല. ഞാൻ അവളോടെയൊക്കെ പിടിച്ചുപിടിച്ചാണ് ഇറങ്ങേണ്ടത്, കാരണം കാലി ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ പപ്പടം എടുത്ത് താഴെ കിടക്കും. പിന്നെ അതെ ഇത് കണ്ട നമ്മൾ ഷിപ്പ് യാർഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മുകളിൽ നോക്കുമ്പോഴത്തേക്കും എന്താ അടുത്ത് തന്നെ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനതൊന്ന് സൂം ചെയ്തെടുത്താണ് നിങ്ങളെ കാണിക്കാൻ. ഓക്കെ. പിന്നെ അതെ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഗേറ്റാണ് കേട്ടത്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ. അപ്പം അങ്ങനെ പറഞ്ഞത് ആ വൈകുന്നേരമായി നമ്മുടെ ചായ വന്ന്, കട്ടൻ ചായയും സ്നാക്സും കടികളും വന്നു. ഞാനപ്പോൾ എടുത്തത് സുഖിനാണ് കേട്ടോ. അപ്പം മഴയത്ത് ചൂട് കട്ടൻ ചായയും പിന്നെ മധുരമുള്ള സുഖിനും. മധുരം എനിക്ക് തീരെ ഇഷ്ടമല്ല, എന്നാലും എല്ലാ സ്നാക്സും മധുരമുള്ളതായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്ത് കട്ടൻ ചായ കുടിച്ചു. അങ്ങനെ വൈകുന്നേര സമയവും കഴിഞ്ഞു. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ക്യാഷ് കൗണ്ടറിലിരിക്കട്ടെ. ഞാൻ ചെന്നാലാണ് ചേച്ചിക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ.